വർഷം 1932. ഓസ്ട്രേലിയ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. എന്നാൽ ആ യുദ്ധം മറ്റൊരു രാജ്യത്തിനെതിരെയോ സംഘടനകൾക്കെതിരെയോ അല്ലായിരുന്നു. മറിച്ച് അത് ഒരു കൂട്ടം പക്ഷികൾക്ക് എതിരെ ആയിരുന്നു. റാബിറ്റ് പ്ലേഗ് എന്ന മുയലുകൾക്കെതിരെയുള്ള യുദ്ധത്തിനിടയിൽ ഓസ്ട്രേലിയ നടത്തിയ മറ്റൊരു യുദ്ധം, ഓസ്ട്രേലിയ പരാജയപ്പെട്ട യുദ്ധം, ദി എമു വാർ. നമുക്കിന്ന് എമു വാറിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു ഗ്രാഫോ മീഡിയ. ആയിരത്തി 1918 നവംബർ 11 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ഓസ്ട്രേലിയൻ സൈന്യത്തിൽ നിന്നും വിരമിച്ച സൈനികരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ അവർക്ക് വൻതോതിൽ കൃഷി ചെയ്യുവാനായി ഭൂമി നൽകി. എന്നാൽ 1929 മുതൽ 1939 വരെ നീണ്ടുനിന്ന സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ആരംഭത്തോടെ ഭക്ഷ്യക്ഷാമം തടയുവാനായി ഗോതമ്പ് കൃഷി ചെയ്യണമെന്ന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അവർക്ക് ഉത്തരവ് നൽകി. ഗോതമ്പിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചപ്പോൾ ഗോതമ്പിൻ്റെ വില ഇടിഞ്ഞു. ഗവൺമെൻറ് നൽകാമെന്ന് പറഞ്ഞ സബ്സിഡിയും മുടങ്ങി. ഇതിനിടയിലാണ് 20,000-ഓളം വരുന്ന എമു പക്ഷികൾ അവരുടെ കൃഷിഭൂമിയിലിറങ്ങി വിളവുകൾ നശിപ്പിക്കുവാൻ തുടങ്ങുന്നത്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് എമു പക്ഷികൾ. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു എമു പക്ഷിക്ക് 6 അടിയോളം ഉയരം ഉണ്ടാവും. അത് ഒരു ശരാശരി മനുഷ്യനേക്കാൾ വലുതാണ്. എമു പക്ഷികൾ കൃഷിഭൂമിയുടെ സംരക്ഷണ ഭിത്തികൾ തകർക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും രൂക്ഷമായതോടെ കർഷകർ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫോസ്റ്റർ പിയേഴ്സനെ കണ്ട് പക്ഷികളെ തുരത്തുവാനായി സൈനിക നടപടിക്കായി ആവശ്യപ്പെട്ടു. അതോടെ 1932 നവംബറിൽ ഓസ്ട്രേലിയൻ പീരങ്കിപ്പടയിലെ മേജർ മെറിഡിത്തിൻ്റെ നേതൃത്വത്തിൽ 2 ലോയിസ് മിഷൻ ഗണ്ണുകളും 10,000 റൗണ്ട് വെടിയുണ്ടകളുമായി സൈനികർ പോരാട്ടത്തിനിറങ്ങി. ആയിരത്തി 1932 നവംബർ 2 യുദ്ധം ആരംഭിച്ചു. 50ഓളം പക്ഷികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് സൈന്യം ആക്രമിച്ചത്. എന്നാൽ സൈനികർ കരുതിയതിലുമപ്പുറം വേഗത്തിലും ബുദ്ധിപരവുമായിട്ടായിരുന്നു എമു പക്ഷികൾ നീങ്ങിയത്. എമു പക്ഷികൾ ചെറിയ ചെറിയ കൂട്ടങ്ങളാകുകയും വെടിയുണ്ടകളിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഏതാനും പക്ഷികളെ കൊല്ലുവാൻ സാധിച്ചുവെങ്കിലും സൈന്യത്തിന് പരാജയമാണ് ഉണ്ടായത്. പക്ഷികളുടെ വേഗത കണ്ട മേജർ മെറിഡിത്ത് തമാശയായി പറഞ്ഞത് ഇങ്ങനെയാണ്: ബുള്ളറ്റുകൾ വഹിക്കുവാൻ ശേഷിയുള്ള ഈ പക്ഷികളുടെ ഒരു ഡിവിഷൻ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ അത് ലോകത്തിലെ ഏത് സൈന്യത്തെയും നേരിടും. 2 ദിവസങ്ങൾക്ക് ശേഷം നവംബർ 4 ഒരു ഡാമിന് സമീപം 1000ഓളം പക്ഷികളെ കണ്ടതിനെ തുടർന്ന് സൈന്യം അവിടേക്ക് തിരിച്ചു. തോക്കുകളുടെ ഷൂട്ടിംഗ് റേഞ്ചിൽ എത്തിയ ഏതാനും പക്ഷികളെ വെടിവെച്ചു കൊന്നുവെങ്കിലും തോക്ക് ജാമായതോടെ ബാക്കി പക്ഷികൾ ഓടി രക്ഷപ്പെട്ടു. അതോടെ സൈന്യത്തിൻ്റെ 2ാം ശ്രമവും പരാജയമായി. പിന്നീടുള്ള ദിവസങ്ങളിൽ സൈന്യത്തിന് വലുതായി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇതേ സമയം സൈന്യം പക്ഷികളെ നന്നായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എമു പക്ഷികൾ പല കൂട്ടങ്ങളായാണ് നീങ്ങുന്നത്. ഓരോ കൂട്ടത്തിനും ഓരോ തലവന്മാർ ഉണ്ടാവും. മറ്റുള്ളവർ കാർഷിക വിളകൾ കഴിക്കുമ്പോൾ തലവന്മാർ ശത്രുക്കളുടെ സാമീപ്യം നിരീക്ഷിക്കുന്നു. ഓസ്ട്രേലിയൻ സൈന്യത്തെ അമ്പരപ്പിച്ച ഒരു കണ്ടെത്തലായിരുന്നു അത്. എന്നാൽ പക്ഷികളെ തുരുതുരെ വെടിവെച്ച് കൊല്ലാം എന്ന് പ്രതീക്ഷിച്ച് പക്ഷിവേട്ടയ്ക്കിറങ്ങിയ സൈന്യത്തിന് തെറ്റി. സൈനിക നടപടി ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഏകദേശം 500 എമു പക്ഷികളെ മാത്രമേ സൈന്യത്തിന് കൊല്ലുവാൻ കഴിഞ്ഞുള്ളൂ. അതിനായി ചിലവായത് ഏകദേശം 2500ഓളം റൗണ്ട് വെടിയുണ്ടകളും. അതോടെ 1ാം സൈനിക നീക്കം പരാജയമായി.
സൈന്യത്തെ ഗവൺമെൻറ് പിൻവലിച്ചു. സൈനികരുടെ പിൻവാങ്ങലോടെ എമു പക്ഷികൾ വീണ്ടും കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. കൃഷിയിടങ്ങൾ പക്ഷികൾ പിടിച്ചടക്കി. പക്ഷികളുടെ ആക്രമണം രൂക്ഷമായതോടെ കർഷകർ വീണ്ടും സൈനിക നടപടിക്കായി ആവശ്യപ്പെട്ടു. അങ്ങനെ 1932 നവംബർ 13 ഓസ്ട്രേലിയൻ ഗവൺമെൻറ് മേജർ മെറിഡിത്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും സൈന്യത്തെ അയച്ചു. അതോടെ രണ്ടാം സൈനിക നീക്കം ആരംഭിച്ചു. സൈനിക നീക്കത്തിൻ്റെ ആദ്യ 2 ദിവസങ്ങളിൽ ഏകദേശം 40ഓളം പക്ഷികളെ സൈന്യത്തിന് കൊല്ലുവാൻ കഴിഞ്ഞു. പിന്നീടുള്ള 2 ദിവസങ്ങളിൽ സൈന്യത്തിന് യാതൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഡിസംബറോടെ ആഴ്ചയിൽ 100 പക്ഷികൾ എന്ന കണക്കിന് പക്ഷികളെ സൈനികർ കൊലപ്പെടുത്തി. ഇതേ സമയം പക്ഷികൾക്കെതിരെയുള്ള സൈനിക നടപടിയുടെ വാർത്ത ബ്രിട്ടനിൽ എത്തി. ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നും ഇതിനെതിരെ പ്രതിഷേധമുയർന്നു. അതോടെ 1932 ഡിസംബർ 10 രണ്ടാം സൈനിക നീക്കവും പിൻവലിക്കപ്പെട്ടു. മെറിഡിത്തിൻ്റെ കണക്ക് പ്രകാരം 986 പക്ഷികളെയാണ് സൈന്യം കൊലപ്പെടുത്തിയത്. അതിനായി 9860 വെടിയുണ്ടകൾ ഉതിർത്തു. അതായത് ഒരു പക്ഷിക്കായി 10 വെടിയുണ്ടകൾ ആവശ്യമായി വന്നു. പരിക്കുപറ്റിയ ഏകദേശം 2000ഓളം പക്ഷികൾ കൂടി ഇല്ലാതായതോടെ രണ്ടാം സൈനിക നീക്കം വിജയമായി കണക്കാക്കി. 1934 കർഷകർ വീണ്ടും സൈനിക നടപടിക്കായി ആവശ്യമുയർത്തിയെങ്കിലും സൈനിക നടപടി കൊണ്ട് വലിയ ലാഭം ലഭിക്കാത്തതിനാൽ ഗവൺമെൻറ് നടപ്പാക്കിയില്ല. പകരം പക്ഷികളെ തുരത്തുവാനായി കർഷകർക്ക് വെടിയുണ്ടകൾ നൽകി. ആയുധം ലഭിച്ച കർഷകർ 6 മാസം കൊണ്ട് കൊന്നു തള്ളിയത് 57,000ഓളം എമു പക്ഷികളെയാണ്. അതോടെ ലോകമെമ്പാടു നിന്നും ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധവും പരിഹാസവും ഉയർന്നു. കാങ്കരുവിനെ പോലെ തന്നെ ഓസ്ട്രേലിയൻ ദേശീയതയുടെ ചിഹ്നമായ എമു പക്ഷികളെ കൊന്നു തള്ളുന്നതിനെ പല ഓസ്ട്രേലിയൻ പത്രങ്ങളും വിമർശിച്ചു. അതോടെ പക്ഷികളെ കൃഷിഭൂമിയിൽ നിന്നും അകറ്റുവാനായി വേലികൾ നിർമ്മിക്കുവാൻ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ഇപ്പോഴും ഓസ്ട്രേലിയയിൽ എമു പക്ഷികളെ അകറ്റി നിർത്തുവാനായി വേലികളാണ് ഉപയോഗിക്കുന്നത്. എമു പക്ഷികൾക്ക് മുൻപിൽ മനുഷ്യനും ആയുധവും തോറ്റുപോയൊരു യുദ്ധമാണിത്. അതെ, മനുഷ്യൻ ചെയ്യുന്നതിനെല്ലാം പ്രകൃതി ഒരിക്കൽ തിരിച്ചു തരും. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ നടന്ന മറ്റൊരു യുദ്ധത്തിൻ്റെ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.